അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ റമദാനിൻ്റെ മുമ്പ് തുടങ്ങിയ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നമ്മുടെ ഖുർആൻ പാരായണം പഠിക്കാൻ പറ്റിയ ക്ലാസ് അതിൻ്റെ തുടർച്ചയാണ്. റമദാനിൽ നാം തുടങ്ങിയ ഖത്മുൽ ഖുർആൻ അത് അവസാനിക്കുകയും നമ്മൾ ദുആ ചെയ്ത് അത് പൂർത്തീകരിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അത് ബാക്കിയുള്ള ആളുകളൊക്കെ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് സൂറത്തുൽ അൻആമിൻ്റെ 156 ആയത്ത് മുതലാണ് 71 ക്ലാസ്സാണ്. നമ്മുടെ മുമ്പ് തുടങ്ങിയ ആ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് കാണുന്നവരൊക്കെ ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണുകയും വിശുദ്ധ ഖുർആനൊക്കെ മറിച്ചുകൊണ്ട് തന്നെ അതിലേക്കും സ്ക്രീനിലേക്കൊക്കെ നോക്കിയിട്ട് ക്ലാസ്സുകൾ എല്ലാവരും കേൾക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടാൽ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായകരമാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖത്മ് തീർന്നതോടുകൂടി പിന്നെ നമ്മുടെ ഖുർആൻ ഒത്ത് തീർന്നു എന്ന് തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ന് ഒരു തുടക്കം. ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയായിട്ട് നമുക്ക് റമദാനാണല്ലോ, മറ്റന്നാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 30 പൂർത്തിയാക്കി റമദാൻ 30 നോമ്പ് വെൽക്കാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ അപ്പോൾ പിന്നെ നോമ്പാണെങ്കിൽ അന്നും പ്രത്യേകമായിട്ടുള്ള ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. സൂറത്തുൽ അൻആമിൻ്റെ 156 ആയത്ത് മുതലാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أن تقولوا إنما أنزل الكتاب أن تقولوا إنما أنزل الكتاب. ഇതെല്ലാവരും നമ്മൾ കൂടെ ഇങ്ങനെ ഓതി നോക്കണം. ഇവിടെ തുടക്കം തന്നെ സുക്കൂനുള്ള നൂന് വന്നിട്ടുണ്ട്. അൻ അല്ലേ, അവിടെ നൂന് വന്നിട്ടുണ്ട്. നൂനിന് ഫത്ഹ കസ്റോ സുക്കൂനോ പിന്നെ ഒന്നില്ല. അപ്പോൾ പിന്നെ ഒന്നില്ലെങ്കിൽ പിന്നെ അത് സുക്കൂനാണ്. അപ്പോൾ അവിടെ സുക്കൂനുള്ള നൂന് വന്നു, സാക്കിനായ നൂന് എന്ന് പറയും. അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം ഏതാണ്? ഇവിടെ ത ആണ് അല്ലേ. നമുക്ക് മുമ്പ് ക്ലാസ് കേട്ട ആളുകൾക്കൊക്കെ അറിയാം, എങ്കിലും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ശേഷമുള്ള അക്ഷരം ത ആണ്. അപ്പോൾ ഇങ്ങനെ ശേഷമുള്ള അക്ഷരം ഏതാണ് എന്ന് നോക്കണം. നൂനിന് ശേഷം വന്ന അക്ഷരം ത ആണ്. അപ്പോൾ ഇഖ്ഫ ആണ്. നമുക്ക് മെല്ലെ മെല്ലെ സാവകാശം പറയാം. അപ്പോൾ ഇഖ്ഫ ആകുമ്പോൾ ഓതേണ്ട രൂപം അൻ തഖൂലു ഇന്നമാ. അവിടെ ഞാൻ നിർത്തിയപ്പം അവിടെ കൂടുതൽ മദ് നീട്ടിയില്ല. ഇന്നമാ എന്ന് പറഞ്ഞ് നിർത്തിയില്ല. കാരണം നിർത്തുമ്പോൾ പിന്നെ ആ മദ്ദിൻ്റെ ചിഹ്നം ഉണ്ടാവില്ല. ഇപ്പോൾ അൻ തഖൂലു അവിടെ മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ അവിടെ നീട്ടണം. അവിടെ നിർത്തുകയാണെങ്കിൽ അൻ തഖൂലു മതി. നിർത്തുന്നില്ല എങ്കിൽ അൻ തഖൂലു ഇന്നമാ ഉൻസിലൽ കിതാബ്. അപ്പോൾ ആ നീട്ടിൽ വരും. നിർത്തുമ്പോൾ സാധാരണ നിലയിലുള്ള ഒരു മദ്ദേ വരുള്ളൂ. ഇന്നമ ശബ്ദുള്ള നൂനാണ്. ഒന്ന് മണിക്ക. ഇന്ന പോരാ, ഇൻ ഒന്ന് പ്രസ് ചെയ്യാം, മണിക്ക. ഇന്നമ മണിക്കലേക്ക് എന്ന് പറയാം. അതന്നെ ഇന്നമ ഉൻസിലൽ കിതാബ്. ഇവിടെയോ നൂന് വന്നു. നൂനിൻ്റെ ശേഷം വന്ന സായാണ്. അവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. ഉൻസിലൽ കിതാബു അലാ ത്വാഇഫതൈൻ على طائفتين من قبلنا ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ നൂന് വന്നു. സുക്കൂനുള്ള നൂനാണ്, ഒന്നുമില്ല, സുക്കൂനുള്ള നൂനാണ്.
സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഖാഫ് വന്നു, അവിടെയൊക്കെ ഇഖ്ഫാ ചെയ്യണം. നമുക്ക് ഇഖ്ഫാ എന്താണ്, ഇദ്ഗാം എന്താണ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് പറയാം. വഇൻ കുന്ന, അവിടെയും സുക്കൂനുള്ള നൂന് വന്നിട്ടുണ്ട്. കുന്ന അത് സുക്കൂനുള്ള നൂനല്ല അല്ലേ, അതിന് സുക്കൂനുള്ള നൂനുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിലല്ല. അപ്പോൾ എന്ത് ചെയ്യണം, ശദ്ദുള്ള നൂന് മണിക്കണം. വഇൻ കുന്ന അൻ ദിറാസതിഹിം ലഗാഫിലീൻ, عن دراستهم لغافلين. ونودي اوكي. أن تقولوا إنما أنزل الكتاب. أنزل കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാണ്, ഒരു അലിഫാണ്. ആ അലിഫിൻ്റെ മുകളിൽ എന്തുണ്ട്, വസ്ലിൻ്റെ ഒരു സ്വാദിൻ്റെ പോലത്തെ ചിഹ്നമുണ്ട്. ആ അലിഫുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും, മിക്ക സ്ഥലങ്ങളിലുണ്ടാവും. അതെന്താണ്, കൂട്ടി വായിക്കുമ്പോൾ ആ അലിഫ് പറയില്ല. ശേഷമുള്ളത് ലാമാണ്. ലാമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ ലാമിന് സുക്കൂനോട് കൂടെ പറയും. ലാമിന് സുക്കൂൻ ഇല്ലെങ്കിൽ ആ ലാമിനും അലിഫും ലാമും ഒഴിവാക്കും. ലാമിന് സുക്കൂൻ ഇല്ലെങ്കിൽ അലിഫും ലാമും ഒഴിവാക്കിയിട്ടാണ് വരുന്നത്. ഇവിടെ ലാമിന് സുക്കൂൻ ഉണ്ട്. അപ്പം പിന്നെ ഉൻസില കഴിഞ്ഞിട്ട് പിന്നെ ഉൻസിലൽ 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 കിതാബ് إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين. അപ്പോൾ ആയത്ത് മനസ്സിലായില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു വിഷയം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നെയാണ്. നിർത്തുന്ന സമയത്ത് എങ്ങനെയാണ് നിർത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെ, ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക. ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക, അതിനാണ് നിർത്തുക, വഖഫ് എന്ന് പറയാം. ഉദാഹരണത്തിന് എനിക്കുള്ള ശ്വാസം പോലെ ആവൂല നിങ്ങൾക്ക് ഉണ്ടാവുക. ഞാൻ ഒരായത്ത് ഓതിയപ്പോൾ എനിക്ക് അവിടെ നിർത്തേണ്ടി വരും, കാരണം ശ്വാസം മുറിയും. ഔ തഖൂലു ലൗ അന്നാ ഉൻസില അലൈനാ, എനിക്ക് അവിടെ നിർത്തേണ്ടി വന്നു. ചില ആൾക്കാർക്ക് നല്ല ശ്വാസം ഉണ്ടാവും. അപ്പം എങ്ങനെ ഓതാ, ഔ തഖൂലു ലൗ അന്നാ ഉൻസില അലൈനൽ കിതാബു ലകുന്നാ അഹ്ദാ മിൻഹും. ചിലവർ അവിടെ നിർത്തും. അപ്പം ഞാൻ നിർത്തുന്ന പോലെ നിങ്ങൾ നിർത്തണം നിർബന്ധമില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് നിർത്തുന്നത് എവിടെയാണെന്നുള്ളതല്ല, എവിടെ നിർത്തിയാലും നിങ്ങൾക്ക് എവിടെ നിർത്തിയാലും. ചില ആൾക്ക് ഇന്നാൾ ആരോ പറഞ്ഞിരുന്നു, ഒന്ന് ഓതുമ്പോൾ തന്നെ ശ്വാസം മുറിയാണ്. പ്രശ്നമില്ല, അങ്ങനത്തെ ആൾക്കാർ ഔ തഖൂലു ലൗ, അപ്പോൾ അവിടെ നിർത്തേണ്ടി വരും. അപ്പോൾ നിർത്തുമ്പോൾ ലൗ എന്നാണോ വായിക്കുക, പിന്നെ അവിടെ ഇങ്ങനെ ലൂന്നോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ. അന്ന എന്നുള്ളതാണോ, ഉൻസില എന്നുള്ളിടത്ത് ഉൻസില എന്നാണ് നിർത്തേണ്ടത്, ഉൻസിൽ എന്നാണ് നിർത്തേണ്ടത്, ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഔ തഖൂലു ലൗ അന്നാ ഉൻസില എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റൂല. ഉൻസില നിർത്തുക എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക അല്ലേ, നമ്മൾ ഇങ്ങനെ ശ്വാസം മുറിയല്ലോ, അപ്പോൾ അവിടെ നിർത്തുക. അപ്പോൾ അവിടെ എങ്ങനെ നിർത്തുക, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് അവസാന അക്ഷരം സുക്കൂൻ ചെയ്യണം എന്നൊരു കഴിഞ്ഞിട്ടുള്ള തുടക്കമായത് കൊണ്ടാണ് വിശദമായിട്ട് പറയുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മുടെ പിന്നെ വാട്സപ്പ് കൂട്ടായ്മയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ താഴെയുള്ള നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പം നിർത്തുന്ന സമയത്ത് അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. അപ്പോൾ അവസാനത്തെ അക്ഷരം ഉൻസില എന്നുള്ളിടത്ത് സുക്കൂൻ ചെയ്യണം. അപ്പോൾ അവിടെ ഇങ്ങനെ ഉൻസിൽ എന്നാൽ നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടണം. ശരിക്കും എല്ലാ സ്ഥലത്തും സുക്കൂൻ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ഇപ്പം നമുക്ക് പെട്ടെന്ന് ചിലപ്പം തിരിയും. അലൈന എന്നുള്ളിടത്ത് നിർത്തുമ്പോൾ
അവിടെ നീട്ടാനുണ്ട്. നീട്ടാനുള്ള സ്ഥലത്ത് എങ്ങനെ നീട്ടേണ്ടത്, അത് നിർത്തേണ്ടത് അലൈന എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു അരിഫുണ്ട് നീട്ടാൻ. അലൈന നല്ല ന, അലൈന ആ അലിഫോട് കൂടെയാണ് നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. ഇപ്പോൾ അവസാനത്തെ അക്ഷരം ഏതാണ് എന്നിട്ടുള്ളത്? അലിഫാണ്. അലിഫിന് ഫത്ത് കസർ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താണ്? സുക്കൂനാണെന്ന് അർത്ഥം. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നീട്ടാനുള്ളതാണ്. അപ്പോൾ പിന്നെ നീട്ടുക. അപ്പോൾ ഉദാഹരണത്തിന് ഔ എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ ഔ തന്നെയാണ്. ഔ തഖൂലു അവിടെ നിർത്തുമ്പോൾ എങ്ങനെയാ? ലൂ എന്നാണുള്ളത്. അപ്പോൾ ഇതിനവിടെ സുക്കൂൻ ചെയ്യാൻ പറ്റില്ല, നീട്ടാനുള്ളതാണ്. നീട്ടാനുള്ളത് നീട്ടിയിട്ട് തന്നെ നിർത്തണം. ലു അൻ തഖൂലു ലൗ അവിടെ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അവിടെ സുക്കൂൻ തന്നെയാണുള്ളത്. ലൗ അന്ന അവിടെ നിർത്തുമ്പോൾ നീട്ടാനുണ്ട്. നീട്ടാനുള്ള സ്ഥലത്താണെങ്കിൽ ഔ തഖൂലു ലൗ അന്ന അത് മണിക്കലാണ് വരുന്നത്. നീട്ടൽ കൂടുതൽ നീട്ടാൻ പാടില്ല. ഔ തഖൂലു ലൗ അന്ന അന്ന നല്ല അന്ന നീട്ടാനുണ്ട്. അപ്പോൾ നീട്ടാനുള്ള അവിടുത്തെ അവസാനത്തെ അക്ഷരം ഏതാണ്? അലിഫാണ്. അലിഫിന് സുക്കൂൻ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം സുക്കൂൻ തന്നെയാണ്. പക്ഷെ നീട്ടാനുണ്ടെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത് നിർത്തും. അപ്പോൾ നമുക്ക് എവിടെ സുക്കൂൻ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നെ അന്ന് എന്ന് പറയാൻ നിൽക്കണ്ട. അതിനാണ് ഇപ്പോൾ പറഞ്ഞത് ലൗ അന്ന്. അപ്പോൾ അതുപോലെ പറയേണ്ട, നീട്ടാനുള്ള സ്ഥലമാണെങ്കിൽ നീട്ടുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും ഭാഗങ്ങൾ സംശയങ്ങൾ കണ്ടതായ കമൻ്റായിട്ട് ചോദിക്കുക, വാട്സപ്പിലൊക്കെ ചോദിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് സൗജന്യമാണ്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഔ തഖൂലു ലൗ അന്നാ ഉൻസില അലൈനൽ കിതാബ്. അബാന് ബൂ എന്നാണുള്ളത്. നിർത്തിയപ്പോൾ സുക്കൂൻ ചെയ്യണം. അവിടെ നീട്ടാനുണ്ടോ? ഇല്ല. ബൂന്നൊന്നുമില്ലല്ലോ. ബി എന്നില്ല, ബാ എന്നില്ല. അവിടെ ബൂ എന്നാണുള്ളത്. അപ്പോൾ വിഷയം പറഞ്ഞത് അവസാനത്തെ അക്ഷരത്തിന് നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക, ഇല്ലെങ്കിൽ സുക്കൂൻ ചെയ്യണം. ഇനി തൻവീൻ ഫത്ത് ആണെങ്കിലും അപ്പോഴും നീട്ടണം. ആ സ്ഥലത്തും പറയാം ലൗ അന്നാ ഉൻസില അലൈനൽ കിതാബ്. അലൈന എന്നാണുള്ളത്. അലൈനൽ കിതാബു ലകുന്നാ അഹ്ദാ മിൻഹും. അലൈന എന്നുള്ളിടത്ത് നീട്ടാൻ വന്നു. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നാൽ അവിടെ പിന്നെ നീട്ടുകയില്ല. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പം നമ്മൾ പറയുന്നത് വഖഫ് ചെയ്യൽ എങ്ങനെയാന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അലൈനൽ കിതാബു ലകുന്നാ അഹ്ദാ മിൻഹും. ലകുന്നാ നിർത്താണെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. നീട്ടിയാൽ സാധാരണ ഒരു അലിഫിൻ്റെ നീട്ടൽ. ലകുന്നാ അഹ്ദാ അവിടെ നിർത്തുകയാണെങ്കിലും അഹ്ദാ. ലകുന്നാ അഹ്ദാ മിൻഹും. فقد جاءكم بينة من ربكم. فقد جاءكم بينة من ربكم. മിൻ റബ്ബിക്കും എന്നല്ല, മിർ റബ്ബിക്കും. ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കമായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. ഫഖദ് ജാഅകും ബയ്യിനതും മിർ റബ്ബിക്കും വഹുദൗ വറഹ്മ ഫമൻ അളമു മിമ്മ ശദ്ദുള്ള മീം വന്നു. മിമ്മൻ കദ്ദബ ബിആയാതില്ലാഹ്. അവിടെ നിർത്താണ്ട് എന്ത് ചെയ്തു? ഞാൻ നിർത്തിയപ്പോൾ നിങ്ങൾ അവിടെ നിർത്തണമെന്നില്ല. നിങ്ങൾ നിർത്താതെ തോന്നുമ്പോൾ ബിആയാതില്ലാഹി വസ്വദഫ് എന്ന് പറഞ്ഞിട്ട് നിർത്തണം. ഇനി അതല്ല ബിആയാതില്ലാഹി വസ്വദഫ അൻഹാ.
ഇപ്പം നമ്മുടെ ബി ആയാത്തില്ലാ അവിടെ ഹായിന് സുക്കൂൻ ചെയ്യണം. അവസാനത്തെ അക്ഷരം ഹ ആണ്. ബി ആയാത്തില്ലാഹി എന്നാണുള്ളത്. അപ്പോൾ അള്ളാഹു എന്നതിൽ ഹായിന് സുക്കൂൻ കൊടുക്കണം. ബി ആയാത്തില്ലാ. ഇനി ബി ആയാത്തി എന്നുള്ളത് നിർത്തുകയാണ്. ബി ആയാത്ത്, ബി ആയാത്ത്. അവിടെ തന്നെ നിർത്തുമ്പോൾ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. താന് സുക്കൂൻ ചെയ്തു. അതിന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരം ഉണ്ടെങ്കിൽ, നീട്ടാനുള്ള അക്ഷരം ബി ആയ എന്നുള്ളിടത്തൊരു അലിഫുണ്ട് അല്ലേ? ഖുറാനിൽ ചിലപ്പോൾ അലിഫ് ചെറിയ അലിഫായും വലിയ അലിഫാകും. ഇവിടെ ഉള്ള ചെറിയ അലിഫാണ്. ചെറിയ അലിഫായാലും വലിയ അലിഫായാലും രണ്ടും ഒരുപോലെയാണ് നീട്ടേണ്ടത്. ബി ആയാത്തില്ലാ. അവിടെ ബി ആയാത്ത് എന്നുള്ളത് നിർത്തുമ്പോൾ ബി ആയാത്ത്. തായിന് സുക്കൂന് തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണ്. നീട്ടാനുള്ള അക്ഷരം ഏതൊക്കെയാണ്? അലിഫ്, യാ, വാവ്. ബി ആയാത്തില്ലാ. ഇൻഷാ അല്ലാഹ് നാളെ ചെറിയ പറ്റുകയാണെങ്കിൽ ഇന്നോ നാളായിട്ട് ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. നിങ്ങളെന്ത് ചെയ്യുക, പിന്നെ അതിൻ്റെ ആൻസർ താഴെ കമൻ്റായിട്ട് എന്ത് ചെയ്യുക, പിന്നെ നിങ്ങൾ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കുക. വാട്സപ്പിൽ താഴെയുള്ള നമ്പറിൽ വാട്സപ്പിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഉത്തരങ്ങൾ അയക്കുക. ഇൻഷാ അല്ലാഹ് അത് നാളെ പറയും. ബിആയാത്തില്ലാഹി വസ്വദഫ അൻഹാ, വസ്വദഫ അൻഹാ. പിന്നെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ. പിന്നെ വിജയികളെ തിരഞ്ഞെടുത്ത് രണ്ടാളുകൾക്ക് ചെറിയ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഫമൻ അളമു മിമ്മൻ കദ്ദബ ബിആയാത്തില്ലാഹ്. അപ്പോൾ അവിടെ നിർത്തുമ്പോൾ തായിന് സുക്കൂൻ കൊടുക്കണം. തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ ഒരല്പം നീട്ടണം. അതിൻ്റെ പേരാണ് മദ് ആരിള് എന്ന് പറയും. ബിആയാത്ത്, ബിആയാത്തില്ലാഹി വസ്വദഫ അൻഹാ. അവിടെ നീട്ടാനുണ്ട്. അൻഹ എന്ന് പറഞ്ഞിട്ട് നിർത്തേണ്ടത്. സനജിസില്ലദീന യസ്ദിഫൂന അൻ, സനജിസില്ലദീന യസ്ദിഫൂന അൻ ആയാതിനാ, യസ്ദിഫൂന അൻ ആയാതിനാ സൂഅൽ അദാബ്. അവിടെ നിർത്തിയപ്പം ബായിന് സുക്കൂൻ ചെയ്തു. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം, നീട്ടാനില്ലാത്തത് കൊണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം നീട്ടാനുണ്ട്. അപ്പോൾ പിന്നെ അവിടെ എന്ന് പറഞ്ഞ് നീട്ടണം. സൂഅൽ അദാബ്, അദാബ് അൻ ആയാതിനാ സൂഅൽ അദാബി ബിമാ കാനൂ. അവിടെ നിർത്തി. അവിടെ കാനു എന്നതിന് നീട്ടാനുണ്ട്. ബിമാ കാനൂ സൂഅൽ അദാബി ബിമാ കാനൂ യസ്ദിഫൂൻ. അവിടെ അവസാനത്തെ അക്ഷരത്തിന് നൂനാണ്. നൂന് സുക്കൂൻ ചെയ്തു. നൂന് സുക്കൂൻ ചെയ്തപ്പോൾ തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണ്. നീട്ടാനുള്ള അക്ഷരം ഏതൊക്കെയാണ്? ക എന്നുള്ളത് നീട്ടുമ്പോൾ കെ എന്ന് പറയും, ഒരരിഫിടും. കി എന്നുള്ളത് നീട്ടുമ്പോൾ കീ എന്ന് പറയും. കു എന്നുള്ളത് നീട്ടുമ്പോൾ കൂ എന്ന് പറയും. ബിമാ കാനൂ യസ്ദിഫൂൻ. ആയത്തൊന്നുകൂടി ഓതി നോക്കി. ഔ തഖൂലു ലൗ അന്നാ ഉൻസില അലൈനൽ കിതാബ്. വളരെ സാവകാശം ഒന്ന് പതുക്കെ ഇങ്ങനെ ഓതി നോക്കി. നമ്മുടെ ഓത്ത് നമുക്ക് മെച്ചപ്പെടുത്താനും അത് കേൾക്കുന്ന ആളുകൾക്കും നമുക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ പഴയ ഓത്തും നമ്മൾ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട്, ഈ ക്ലാസ് എന്നല്ല ഏത് ക്ലാസ് കേട്ടാലും, ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളിന്ന് ആ രൂപത്തിൽ നിന്ന് മനോഹരമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മളെ ഓത്തിൻ്റെ രൂപം മനസ്സിലാവും. ഓത്ത് മെച്ചപ്പെടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമ്മളെ ഓതുകയാണെങ്കിൽ നമ്മളെ ഓത്തൊക്കെ വലിയ നല്ല മാറ്റം ഉണ്ടാവും. നല്ല കേൾക്കാൻ വരെ നല്ല രസമുണ്ടാവും. അല്ലാഹു തആല കഴിവിൻ്റെ പരമാവധി മനോഹരമാക്കി പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. വിശുദ്ധ ഖുർആൻ അത് നന്നാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്.
അതന്നെ ഒച്ചത്തിൽ ഓതുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ പുണ്യമുള്ള കാര്യമാണ്. സ്ത്രീകളാകുമ്പോൾ വീട്ടിൽ നിന്ന് കൂടുതൽ ശബ്ദമില്ലാതെ പുറത്തേക്ക് കേൾക്കാത്ത രൂപത്തിൽ എന്നാലും ഒരു മിതമായ ശബ്ദത്തിലേക്ക് എന്ത് ചെയ്യുക ഓതുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക നല്ല ഉഷാറായിട്ട് ഒക്കെ ഓതുന്നത് കേൾക്കുമ്പോൾ മക്കൾക്കായാലും വേണ്ടപ്പെട്ടായാലും അതുപോലെ തന്നെ വീട്ടിലായാലും ഒക്കെ അതുകൊണ്ടുള്ളൊരു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത ആ വീട്ടിൽ എല്ലാ നിലക്കും ഐശ്വര്യവും ബർക്കത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അത് കുറച്ച് ശബ്ദത്തിൽ ഓതുക എന്ന് പറയുമ്പോൾ അത് ഒരു പുണ്യമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നന്നാക്കി ഓതാൻ വേണ്ടി ശ്രമിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനോടുള്ള ആദരവ് അതൊക്കെ നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. അത് തൊടുമ്പോൾ ശുദ്ധി വേണം. മക്കൾക്കായാലും ശുദ്ധി ഉണ്ടായിരിക്കുന്നത് വുളൂ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. മക്കൾക്ക് ചെറിയ മക്കൾക്കാണെങ്കിൽ പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുക മുസാഫ് എടുക്കുക, ഇല്ലെങ്കിൽ മുസാഫ് എടുക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉയർന്ന സ്ഥലങ്ങളിലൊക്കെ വൃത്തിയുള്ള സ്ഥലത്തൊക്കെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. വിശുദ്ധ ഖുർആന് നേരെ കാല് നീട്ടാതിരിക്കുക, കാല് വരുന്ന രൂപത്തിൽ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ വെക്കാതിരിക്കുക, സ്റ്റൂളിൽ കസാരയിലേക്ക് വെക്കാതിരിക്കുക. അത് ഉയർന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരം സ്ഥലങ്ങളിലൊന്നും നമ്മൾ വെക്കാൻ പാടില്ല. ടേബിളിൻ്റെ മുകളിൽ വെക്കുക. എപ്പോഴും സ്ഥിരമായിട്ട് കുട്ടികളൊക്കെ പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ടേബിളാണ്. ആ ടേബിളിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക വിശുദ്ധ ഖുർആൻ വെക്കുക. അപ്പോൾ എന്ത് ചെയ്യുക അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക ഒരു മുസല്ലേ എന്തെങ്കിലും ഒരു വിരിപ്പൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മേലെ വെക്കുക. എന്ന് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് ടേബിളിൻ്റെ മുകളിൽ, അതും സ്ഥിരമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ടേബിളിൻ്റെ മുകളിലൊന്നും വെക്കാതിരിക്കുക. വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പേപ്പറോ നല്ലൊരു വൃത്തിയുള്ള ഒരു തുണിയോ ഒക്കെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഓതി കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ ടേബിളിൻ്റെ മുകളിൽ വെക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ നല്ല വൃത്തിയിൽ കഴിഞ്ഞ എപ്പോഴും ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്. കാരണം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ആദ്യം വേണ്ടത് നമുക്ക് ആ ഒരു അതവാണ്. അതവില്ലാതെ നമ്മൾ എത്ര പഠിച്ചിട്ട് ഓതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അനാദരവ് ഉണ്ടാകാൻ പാടില്ല. പഴയ ആളുകളൊക്കെ വിശുദ്ധ ഖുർആൻ അല്ലേ മറ്റുള്ള ഒരു സംഗതിക്കും അത്ര പവർ ഇല്ലെങ്കിലും വിശുദ്ധ ഖുർആൻ വെക്കാൻ വേണ്ടി മാത്രം ഒരു ബാഗ് അല്ലേ, അതിന് സഞ്ചി എന്നൊക്കെ പറയും, തുണി കൊണ്ടുണ്ടാക്കിയ പൊതിഞ്ഞുകൊണ്ടുണ്ടാക്കിയ ആ രൂപത്തിലേക്ക് വിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ട് കൊണ്ട് നടന്നിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ കാലത്ത് എത്രത്തോളം ബഹുമാനിച്ചിരുന്നെങ്കിൽ ഇപ്പം നമ്മളൊക്കെ സ്വർണ്ണപ്പെട്ടി എന്നല്ല, അതുപോലത്തെ നല്ല തിളങ്ങുന്ന മുഞ്ചുള്ള പെട്ടിയിൽ അരേ വെക്കണം. ആ കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സാവകാശം ഓതുകയാണ്, മനോഹരമായിട്ട് ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഒന്ന് ഫസ്റ്റ് നമ്മുടെ ക്ലാസ് എപ്പോഴും പറഞ്ഞിരുന്നു, നമ്മളെ ക്ലാസ് 3 പ്രാവശ്യം ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും ആവർത്തിക്കും. നിങ്ങൾ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുവോ അത്രയും പ്രാവശ്യം ഖത്മ് തീർക്കാനുള്ള അവസരം ഉണ്ടാകും. നമ്മൾ വളരെ സാവകാശം പോയാൽ മതി. ഇൻഷാ അല്ലാഹ്. أن تقولوا إنما أنزل الكتاب على طائفتين من قبلنا وإن كنا عن دراستهم لغافلين أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها سنجزي الذين يصدفون عن آياتنا سوء
سوءا عن آياتنا سوء العذاب بما كانوا يصدفون. يا تنورك أو تقولوا لو أنا أنزل علينا الكتاب لكنا أهدى منهم فقد جاءكم بينة من ربكم وهدى ورحمة فمن أظلم ممن كذب بآيات الله وصدف عنها سنجزي الذين يصدفون عن آياتنا سوء العذاب بما كانوا يصدفون. صدق الله مولانا العظيم. ഇൻഷാല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉപ്പാൻ്റെ ആണെന്ന് പറഞ്ഞു പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ പേര് ഓർമ്മയില്ല. ഏതായാലും ഇൻഷാല്ലാഹ് അല്ലാഹു തആല ആ ഉപ്പയുടെ ഖബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബറിനെ അല്ലാഹു തആല വിശാലമാക്കി കൊടുത്തവർക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു സഹോദരി കുടുംബത്തിലൊക്കെ നല്ല സ്നേഹമൊക്കെ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പലരും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവരും ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹീമായ റഹ്മാനായ റബ്ബേ, ഞങ്ങളെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണം റഹ്മാനെ. ഈ പവിത്രമായ ദിവസത്തിൽ ഞങ്ങൾ ഈ ഓതിയ ഖിറാഅത്തിനെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ കുറഞ്ഞ ഭാഗങ്ങൾ ഈ പരിശുദ്ധ റമളാനൊക്കെ ഞങ്ങൾ ഓതിയിട്ടുള്ളൂ റഹ്മാൻ. ഉള്ളത് ഇനി പൊരുത്തപ്പെട്ട് നീ സ്വീകരിക്കണം റഹ്മാൻ. ഇനിയുള്ള ദിവസം, ഇനിയുള്ള വേണ്ടപ്പെട്ട വിലപ്പെട്ട സമയം നമ്മളൊക്കെ അതിനു വേണ്ടി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമ്മുടെ റമളാൻ തുടങ്ങിയ ഖത്മ്, നമ്മുടെ കൂടെ തുടങ്ങിയ ഖത്മുകളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കണം. നമ്മളെ കൂടെ കൂടാത്ത ഖത്മുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. പുതിയത് തുടങ്ങി വെക്കുക. അതും ഇൻഷാ അല്ലാഹ് മെല്ലെ എന്ത് ചെയ്യുക, ഒഴിവിട്ടുന്നതിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യുക, അത് ഓതിക്കൊണ്ടേ ഇരിക്കുക. അല്ലാഹു തആല മനോഹരമായിട്ട് പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ആകെ പ്രധാനപ്പെട്ട ആകെ 2 ആയത്തെ ഓതിയിട്ടുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് തുടക്കമായതുകൊണ്ട് തന്നെയാണ്. കുറച്ച് അധികം നമുക്ക് ഓതണം ഇൻഷാ അല്ലാഹ്. ഓത്തിൻ്റെ കൂടെ നമുക്ക് ഓതേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് തന്നെ നമ്മളെക്കൊണ്ടാവുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. സാധാരണക്കാരായ ആളുകൾക്കൊക്കെ അത് പ്രത്യേകമായിട്ട് ഉപകാരപ്പെടും എന്ന് ഒരു പ്രതീക്ഷയുണ്ട്. അല്ലാഹു തആല നല്ല പ്രതീക്ഷിച്ചതിലേറെ മനോഹരമായിട്ട് പാരായണം ചെയ്യാനൊക്കെയുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും പല ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇന്നും ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തിരുന്നു. ഇന്ന് പിന്നെ ഒരു ഒഴിവിട്ടില്ല ഇൻഷാ അല്ലാഹ്. ഏതായാലും എല്ലാവരും ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ, കുടുംബപരമായ പ്രയാസങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാവിധ ജോലിപരമായ പ്രയാസങ്ങൾ, മറ്റുള്ള എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു തആല നീക്കി എല്ലാ നിലക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലായിക്കൊണ്ട് ജീവിക്കാനും മരണം വരെ വിശുദ്ധ ഖുർആനിലായിക്കൊണ്ട് കൊണ്ട് നടക്കാനും അവസാനം ഈമാൻ കിട്ടി മരിക്കുന്ന മുത്തഖീങ്ങളിലേക്ക് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പവിത്രമായ ഈ മാസത്തിൻ്റെ ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളെ വിലപ്പെട്ട ദുആകളിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.